പാർലമെന്റ് മന്ദിരത്തിലെ ആർട്ട് ഗ്യാലറിയിൽ കേൾക്കുന്ന ഒരു ശബ്ദത്തിനുടമ കോഴിക്കോട് സർഗാലയിലുമുണ്ട്. പുതിയ മന്ദിരത്തിലെ മുഗൾ കലയെപ്പറ്റിയുള്ള വീഡിയോ പ്രദർശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാം. ഈ ഡൽഹിക്കാരൻ മുഹമ്മദ് മത്ലൂബ് അന്താരാഷ്ട്ര കരകൗശലമേളയിലെ പ്രധാന സാന്നിധ്യമാണ്. പാർലമെന്റ് മന്ദിരത്തിലെ ആർട്ട് ഗ്യാലറിയിലെ മുഗൾ കലാസൗന്ദര്യം മുഹമ്മദ് മത്ലൂബിന്റെ സൃഷ്ടിവൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ്. പാർട്ടീഷൻ സ്ക്രീനുകളിലൂടെയാണ് മത്ലൂബിന്റെ സാന്നിധ്യം അവിടെ പടരുന്നതെങ്കിൽ ഇരിങ്ങൽ സർഗാലയ കരകൗശലമേളയിൽ ആ സർഗപ്രതിഭയുടെ സാന്നിധ്യം കൂടുതൽ പ്രകടമാകും. മരത്തിൽ കൊത്തിയെടുത്ത നിരവധി ഉൽപ്പന്നങ്ങളുമായാണ് കരകൗശലമേളയിലെ സ്ഥിരം സാന്നിധ്യമായ മത്ലൂബ് എത്തിയിരിക്കുന്നത്. മത്ലൂബിന്റെ ആരാധകർ ഇവിടെ ഏറെയുണ്ട്. പാർലമെന്റ് മന്ദിരത്തിലെ പാർട്ടീഷൻ സ്ക്രീനിന്റെ ചെറുപതിപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മരത്തിൽ നിർമ്മിച്ച വിളക്കുകൾ, കളിക്കോപ്പുകൾ, പേന, ആഭരണപ്പെട്ടി, വാൽക്കണ്ണാടി, കീചെയിൻ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് കരകൗശല പ്രേമികൾ ആശ്രയിക്കുന്നത്. ये वुड क्राफ्ट का काम है। मुगल वुड कार्विंग जो मेरा काम है ये कहलाता है। इसमें बारीक जालियाँ, बारीक झरोके, स्क्रीन, पार्टीशन, पर्दे और फर्नीचर भी हम बनाते हैं इसमें जो इस वॉल एक बारीक काम के साथ में। तो यही है। अब मुझे बहुत खुशी है कि जो अब हमारा न्यू पार्लियामेंट तैयार हुआ है, जो हमारी मोदी सरकार ने बनाया है, तो एक वो अपना एक पहले अंग्रेज़ का बनाया हुआ था, अब हमारा निजी हो गया, वो अपना बनाया हुआ हो गया इंडियन गवर्नमेंट का। तो उसके अंदर इंडियन आर्ट गैलरी बनी है। तो उसके अंदर पूरा आर्ट जितना हमारा इंडिया का आर्ट है, टेराकोटा है और वुड कार्विंग है और बाकी अलग अलग जगहों से उसके अंदर आर्ट झलकाए गए हैं। तो उसमें जो आर्ट गैलरी बनी है उसके अंदर मेरा भी क्राफ्ट्स उसके अंदर लगा है, जो मैंने अपने हाथ से उसके अंदर जाली बनाई है। वह समस्त कुछ कहलाता है, उसका नाम है, मुझे याद नहीं आ रहा, जो पैनल बना है उसमें पूरे इंडिया की क्राफ्ट उसमें लगे हुए हैं, जिसके अंदर मेरी इस तरह की एक है, ये जालियाँ भी लगी हुई हैं उसके अंदर जो हमने उसमें बनाया है। രാജ്യം ഇദ്ദേഹത്തിന് 2016 ശില്പഗുരു അവാർഡ് നൽകിയിട്ടുണ്ട്. 2005 ദേശീയ അവാർഡും 2006 യുനെസ്കോ പുരസ്കാരവും നേടി. ഡൽഹി സർക്കാരിന്റെ പുരസ്കാരങ്ങളും നിരവധി തവണ നേടിയിട്ടുള്ള മത്ലൂബ് മകൻ മുഹമ്മദ് മർഹൂവിന്റെയും ഭാര്യ ഷാഹിൻ അഞ്ജുവിന്റെയും പിന്തുണയോടെ ആണ് ഓരോ കലാസൃഷ്ടിയും പൂർത്തിയാക്കുന്നത്. കരകൗശല രംഗത്തെ ന്യൂനപക്ഷ വിഭാഗത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ പുനർ ആർട്ട് പദ്ധതി വലിയ സഹായമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ന്യൂസ് 18 വടകര.